الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم أعنا ولا تعن علينا، وانصرنا ولا تنصر علينا، وامكر لنا ولا تمكر علينا، واهدنا ويسر الهدى لنا، وانصرنا على من بغى علينا. ربنا اجعلنا لك شاكرين، لك ذاكرين، لك راهبين، لك مطيعين، لك مخبتين، إليك أواهين منيبين. ربنا تقبل توبتنا واغسل حوبتنا وأجب دعوتنا وثبت حجتنا وسدد ألسنتنا واهد قلوبنا واسلل سخيمة صدورنا. أما بعد. سورة التحريم. يا أيها النبي لم تحرم ما أحل الله لك എന്ന് തുടങ്ങുന്ന സൂറത്താണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ നമ്മൾ അവസാനം പഠിച്ച ജുസ്ഇൽ സൂറത്തുൽ മുൽക്ക് നമ്മൾ ആദ്യം ഇവിടെ തഫ്സീറിൻ്റെ ദർസുകൾ തുടങ്ങുമ്പോൾ ആദ്യം നമ്മളത് പഠിച്ചതായിരുന്നു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ആവർത്തിക്കുന്നില്ല. സൂറത്തു തഹ്രീം ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. 28-ാമത്തെ ജുസ്ഇലെ അവസാനത്തെ സൂറത്താണ്. ഖുർആനിലെ 28-ാമത്തെ ജുസ്ഇലെ അവസാനത്തെ സൂറ സൂറത്തു തഹ്രീം. തഹ്രീം എന്നാൽ ഹറമ യുഹർരിമു തഹ്രീം. മദനിയായ സൂറത്താണിത്, സംശയമല്ല. മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണ്. തഹ്രീം എന്നാൽ ഹറാമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. തഹ്ലീൽ ഹലാലാക്കുക, അല്ലെങ്കിൽ ഇഹ്ലാൽ എന്ന് പറയാം, ഹലാലാക്കുന്നതിന്. തഹ്രീം എന്നാൽ ഹറാമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. യാ അയ്യുഹൻ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർദാത അസ്വാജിക വല്ലാഹു ഗഫൂറുർ റഹീം. قد فرض الله لكم تحلة أيمانكم والله مولاكم وهو العليم الحكيم. وإذ أسر النبي إلى بعض أزواجه حديثا فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض فلما نبأها به قالت من أنبأك هذا قال نبأني العليم الخبير. إن تتوبا إلى الله فقد صغت قلوبكما وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. അല്ലാഹുവിൻ്റെ ഖുർആനിൽ വളരെ മനോഹരമായ ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി പഠിക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സൂറത്ത് ഇറങ്ങുവാനുണ്ടായ കാരണം, സബബ് നോക്കൂ. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് പറയുന്നു, യാ അയ്യുഹൻ നബി, ഓ നബിയെ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഖുർആനിൽ എവിടെയും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. യാ ആദം, യാ മൂസ, യാ നൂഹു, യാ ഇബ്രാഹിം, യാ ഈസ, ഇങ്ങനെയൊക്കെ ഖുർആനിൽ നമുക്ക് കാണാം. എന്നാൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഖുർആനിൽ എവിടെയും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. മറിച്ച് യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ എന്നൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫദ്ലാണ്, അവിടുത്തെ ശ്രേഷ്ഠതയാണ്
അത് സൂചിപ്പിക്കുന്നത്. യാ അയ്യുഹൻ നബിയു, ഓ നബിയെ, ലിമ തുഹർരിമു, എന്തിനാണ് താങ്കൾ ഹറാമാക്കുന്നത്? മാ അഹല്ലല്ലാഹു ലക്, മാ ഏതൊന്നാണോ അഹല്ലല്ലാഹു അള്ളാഹു ഹലാലാക്കി തന്നത് ലക താങ്കൾക്ക്. ഓ നബിയെ, അള്ളാഹു താങ്കൾക്ക് ഹലാലാക്കി തന്നത് എന്തിനാണ് താങ്കൾ ഹറാമാക്കുന്നത്? തബ്തഗി, താങ്കൾ ആഗ്രഹിച്ചുകൊണ്ട്, മർദാത്ത അസ്വാജിക്, താങ്കളുടെ ഭാര്യമാരുടെ അവരുടെ തൃപ്തി, താങ്കളുടെ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി എന്തിനാണ് അള്ളാഹു ഹലാലാക്കി തന്നത് താങ്കൾ ഹറാമാക്കുന്നത്? അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു ഗഫൂറാണ്, അവൻ റഹീമാണ്. അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ടതില്ലായിരുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അള്ളാഹു ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിച്ചത് എന്ത് പറഞ്ഞിട്ടാണ്? പ്രതീക്ഷ കൈവിടരുത്, നിരാശപ്പെടരുത്. അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു ഗഫൂറാണ്, അവനേറെ പൊറുക്കുന്നവനാണ്. റഹീമുൻ, അവൻ റഹ്മത്ത് ചൊരിയുന്നവനാണ്. പുറത്തു തന്നതിന് ശേഷവും അവൻ റഹ്മത്തുള്ളവനാണ്. പാപിയായിരുന്നു ഒരാൾ, അയാൾ അള്ളാഹുവിന് വെറുപ്പുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു. പുറത്തു കൊടുത്തതിന് ശേഷം അയാൾ നന്നായാൽ അള്ളാഹു അയാൾക്ക് റഹ്മത്ത് കൊടുക്കാതിരിക്കുന്നില്ല. പണ്ട് മോശമായിരുന്നു എന്ന നിലക്ക് അങ്ങനെ ചെയ്യുന്നില്ല, അവനെ ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല. മറിച്ച് അവൻ ഗഫൂറുൽ വദൂദ്, ഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ ഗഫൂറാണ്, വദൂദാണ്, പുറത്തു കൊടുക്കുന്നവനും ഏറെ ഉദ്ദുള്ള ഏറെ സ്നേഹിക്കുന്നവനുമാണ്. പാപിയായിരുന്നവൻ, ധിക്കാരിയായിരുന്നവൻ, അവൻ അള്ളാഹു പുറത്തു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ചോ അതിനുശേഷം അള്ളാഹു അവനെ സ്നേഹിക്കുകയും ചെയ്തു. അള്ളാഹു അക്ബർ. ഖദ് ഫറദ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഫർദാക്കിയിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു, ദീനാക്കി തന്നിരിക്കുന്നു. തഹില്ലത ഐമാനിക്കും, നിങ്ങളുടെ സത്യങ്ങൾ. ഐമാൻ എന്നാൽ സത്യം ചെയ്ത് പറയുന്ന കാര്യം, അതിന്റെ തഹില്ല. തഹില്ലത്ത് എന്നാൽ അതിന്റെ നടപ്പിൽ വരുത്തുന്ന കാര്യം. അത് എങ്ങനെ സത്യം ചെയ്യണം, സത്യം ചെയ്തത്, പ്രതിജ്ഞ ചെയ്തത് മുറിക്കേണ്ടി വന്നാൽ പ്രായശ്ചിത്തം എന്ത്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വല്ലാഹു മൗലാക്കും, അവനാണ് നിങ്ങളുടെ മൗല, അവനാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ. വഹുവൽ അലീമുൽ ഹകീം, അവൻ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. അവൻ ഹക്കീമാണ്, അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹു ഹലാലാക്കിയാൽ അത് ഹലാലാകേണ്ടത് തന്നെയാണ്. അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയാൽ അതിന് ഹറാമാകാനേ യോഗ്യതയുള്ളൂ. കാരണം അവൻ അലീമാണ്, അവൻ അറിഞ്ഞ് മാത്രം ചെയ്യുന്നവനാണ്, ഹക്കീമാണ്. ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത് വെക്കുന്ന ഹിക്മത്തുള്ളവൻ, അതുപോലെ ഹുക്കുമുള്ളവൻ. അവൻ്റെതാണ് ഹുക്കും. അവനാണ് ഏത് ഹലാൽ ഏത് ഹറാം എന്ന് പറയാനുള്ള അവകാശമുള്ളത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമാക്കിയപ്പോൾ, രഹസ്യമായി പറഞ്ഞു കൊടുത്തപ്പോൾ, ഇലാ ബഅദി അസ്വാജിഹി ഹദീഥ, അവിടുത്തെ ഭാര്യമാരിൽ ചിലർക്ക്, ഇലാ ബഅദി അസ്വാജിഹി, അവിടുത്തെ ഭാര്യമാരിൽ ചിലർക്ക്, അഥവാ ഭാര്യമാരിൽ ഒരാളോട്, ഹദീസൻ ഒരു വർത്തമാനം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയോട് ഒരു സ്വകാര്യം പറഞ്ഞു, ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ സ്ത്രീ സഹജമായ പാളിച്ചകൾ, അതിൽ ചിലത് മഹാന്മാരായ മഹദികളായ നമ്മുടെ ഉമ്മമാർക്ക് റളിയല്ലാഹു അൻഹുൻ സ്വാഭാവികമായ ചില പാളിച്ചകൾ, മനുഷ്യരാണല്ലോ, അതുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ ഒരു വളരെ ഏറ്റവും മുന്തിയ ഈമാനിൻ്റെ ആളുകളായിരുന്നു. ഈ ഉമ്മത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ മാതൃകകളാണ് അവർ. പക്ഷേ മാനുഷികമായ സ്ത്രീ സഹജമായ ചില പാളിച്ചകൾ അത് സ്വാഭാവികമായി അവർക്കുണ്ടായിരുന്നു. റളിയല്ലാഹു അൻഹുൻ. അതൊന്നും ഒരിക്കലും അവരുടെ മഹത്വം എടുത്തു കളയുന്നില്ല. കാരണം അതൊക്കെ ബഹറിലുള്ള ചില കാര്യങ്ങൾ പോലെയാണ്, അവരുടെ നന്മകളുടെ ബഹറിലുള്ള ചില കാര്യങ്ങൾ. വെള്ളം 2 കൊല്ലത്തുണ്ടെങ്കിൽ എന്താവൂല, അതിൽ നജസ് അത് വല്ലാതെ അതിൽ സ്വാധീനം ചെലുത്തുകയില്ല. കുറേ നജസ് ഉണ്ടായാലേ എന്താവുള്ളൂ, വെള്ളം 2 കൊല്ലത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ബാധിക്കുള്ളൂ. എന്നതുപോലെയാണ് അവരുടെ നന്മകൾ. അവരുടെ നന്മകളിലുള്ള ഇതുപോലുള്ള പാളിച്ചകൾ അങ്ങനെയാണ്. അതിൻ്റെ പിന്നാലെ പോയി അത് വലുതാക്കി അവരെ മോശമാക്കി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. റാഫിള, ശിയാക്കൾ, അവർ നമ്മുടെ ഉമ്മമാരെ വെറുക്കുന്നവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പിൽക്കാലത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഒരാൾ വന്ന് പറയുന്നു, ഒരാളുണ്ട്, അയാൾ പറയുന്നു, നിങ്ങളവൻ്റെ ഉമ്മയല്ലെന്ന്, നിങ്ങളവൻ്റെ ഉമ്മയല്ലെന്ന് അവൻ പറയുന്നു.
ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിൽ വളർന്നു വന്ന ഏറ്റവും നല്ല അഖലുള്ള ഏറ്റവും നല്ല ഇൽമുള്ള മഹദിയാണവർ. അവരുടെ ഇൽമിലുള്ള ജുർഅ അത് നമുക്ക് അത്ഭുതം തോന്നുന്നതാണ്. എന്നാൽ ഇൽമിലുള്ള അവരുടെ ധൈര്യം, ഇത്ര വലിയ ആളാണ് പറഞ്ഞതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ നേരിട്ട് കേട്ട ഒരു കാര്യത്തിനെതിരാണെന്ന് പറഞ്ഞാൽ അത് ഖത്താണെന്ന് പറയും. ഒരു പേടിയില്ലാതെ അവരുടെ ജുർഅത്തുൽ ഇൽമിയ്യ എന്ന് പറയുന്നത് വൈജ്ഞാനികമായ ധൈര്യം. കാരണം അവരുടെ ഇൽമ അത്രയും റാസിഖായിരുന്നു, ഉറച്ച ഇൽമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മത്തിൽ സ്ത്രീകൾക്ക് അങ്ങനെ ഇൽമ് നേടാൻ സാധിക്കും, അവർ ഇൽമ് നേടിയാൽ ഒരുപാട് ഖൈർ അതുകൊണ്ട് ഉണ്ടാകാൻ സാധിക്കും എന്നൊക്കെയുള്ള തെളിവുകളാണ് നമ്മുടെ ഉമ്മമാർ. പ്രത്യേകിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ. അവരോട് ഒരാൾ വന്ന് പറയുക, ഇങ്ങനെ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പിഴച്ച കക്ഷികളിൽപ്പെട്ട ഒരുവനാണ്, അവൻ പറയുന്നു നിങ്ങൾ അവൻ്റെ ഉമ്മയല്ലെന്ന്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ മുഅ്മിനുകളുടെ ഉമ്മമാരാണ്. നമ്മുടെ സ്വന്തം ഉമ്മയെ നമ്മളെങ്ങനെ കാണുന്നോ അതുപോലെ നമ്മുടെ ഉമ്മമാരാണ് അവർ. നമ്മളവരെ സ്നേഹിക്കണം. വഅസ്വാജുഹു ഉമ്മഹാതുഹു അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും എന്ന് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞു. നബിയാണ് മുഅ്മിനുകൾക്ക് അവരുടെ സ്വദേഹത്തെക്കാൾ പ്രിയപ്പെട്ട അടുപ്പമുള്ള ആൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅസ്വാജുഹു അവിടുത്തെ ഭാര്യമാർ ഉമ്മഹാതുഹും അവരുടെ ഉമ്മമാരാണ്, മുഅ്മിനുകളുടെ ഉമ്മമാരാണ്. ഒരാൾ പറയുന്നു, ഓ ഉമ്മ നിങ്ങൾ അവന്റെ ഉമ്മയല്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സദഖ, അവ പറഞ്ഞത് സത്യമാണ്. വകാഫിർ വഅന ഉമ്മുൽ മുഅ്മിനീൻ. അതാണ് അതിന്റെ മറുപടി. ഉമറിന് സത്യമാണ്, കാഫിറാണ്, ഞാൻ മുഅ്മിനുകളുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞു. നമുക്ക് അവരുടെ ബുദ്ധി, അവരുടെ മറുപടി എത്ര ബുദ്ധിയുള്ളതാണ്, എത്ര ദീനിൽ അവർക്ക് ഫിഖ്ഹ് ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് ഇതുപോലുള്ള അവരുടെ മറുപടികൾ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ചിലരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യം പറഞ്ഞു. എന്നാൽ അവരത് രഹസ്യമാക്കി വെച്ചില്ല. ഫലമ്മ നബ്ബഅത് ബിഹി, ആ വിവരം അവർ പറഞ്ഞു. നബ്ബ എന്നാൽ പറഞ്ഞു, നബ പറഞ്ഞു, അതിനാണ് നബ്ബ എന്ന് പറയുക. വർത്താനം, ഒരു വർത്തമാനം, അതിന് നബ എന്ന് പറയും. നബി എന്ന പേര് അതിൽ നിന്ന് വന്നതാണ്. നബി എന്നാൽ അദൃശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ, പ്രവാചകൻ എന്ന മലയാളത്തിലെ വാക്കതിനോട് ഏകദേശം യോജിച്ചാണ്. പ്രവചനം പറയുന്ന ആളാണ് ഈ പ്രവാചകൻ. പ്രവചനങ്ങൾ അത് നബിമാർ പറയും. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ അത് പ്രവചനങ്ങളാണ്, ഭാവിയിൽ നടക്കാൻ പോകുന്നതാണ്, ഗൈബിയായ കാര്യങ്ങളാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു തന്നതാണ് നമുക്കതിനെക്കുറിച്ചുള്ള വിവരം. അവർക്ക് ഗൈബ് അറിയുകയില്ല, അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ. അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ അവർക്ക് ഗൈബ് അറിയുകയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയും, അല്ലാത്തത് അവർ അറിയുകയില്ല. എല്ലാ ഗൈബും അള്ളാഹുവിന്റെ നബിമാർക്ക് അറിയും എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. അള്ളാഹു പങ്കുചേർക്കലാണ്. കാരണം ആലിമുൽ ഗൈബ് അള്ളാഹുവാണ്, എല്ലാ ഗൈബും അറിയുന്നവൻ അള്ളാഹുവാണ്. ഫലമ്മ നബ്ബഅത് ബിഹി, അവരാ വിവരം നബിയുടെ ഭാര്യമാരിൽ നബി രഹസ്യം പറഞ്ഞു കൊടുത്തത്, ആ വിവരം അവർ പറഞ്ഞു കൊടുത്തപ്പോൾ, അവർ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. വഅദ്ഹറഹു അല്ലാഹു അലൈഹി, അള്ളാഹു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. താൻ രഹസ്യം പറഞ്ഞത് ഭാര്യമാരുടെ ഒരാൾ പരസ്യമാക്കിയിട്ടുണ്ട്, മറ്റൊരാളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ വഅദ്ഹറഹു അല്ലാഹു അലൈഹി അറഫ അല്ലാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ചിലത് മാത്രം പറഞ്ഞു. വഅഅറദ അൻ ബഅദ്, ചിലതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു കളഞ്ഞു. ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ചിലത് ഒഴിവാക്കി. ഫലമ്മ നബ്ബഅഹാ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം ഭാര്യയെ അറിയിച്ചപ്പോൾ ഖാലത്, ഭാര്യ ചോദിച്ചു, മൻ അംബക ഹാദാ, ആരാണിത് താങ്കൾക്ക് പറഞ്ഞു തന്നത്? ഖാല നബ്ബഅനി അൽ അലീമുൽ ഖബീർ, എനിക്കാരാണ് പറഞ്ഞത്? അൽ അലീം അൽ ഖബീറായ അള്ളാഹു, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനായ അള്ളാഹു പറഞ്ഞു. നമ്മൾ മുമ്പ് അഹ്കാമുൽ ജനായിസ് വായിച്ചപ്പോൾ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അതിലെടുത്തു കൊടുത്തിട്ടുള്ള മുസ്ലിമിന്റെ സഹീലുള്ളതാണ്. വളരെ ഭംഗിയുള്ളൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി ഖബർ സന്ദർശിക്കാൻ വേണ്ടി രാത്രി വെരുപ്പിൽ നിന്ന് എണീറ്റ് ആയിഷ റളിയല്ലാഹു അൻഹയെ ഉണർത്താതെ ചെന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് അവരുറങ്ങിയിട്ടില്ലായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടത്തേക്കാണ് പോകുന്നത് എന്ന നിലക്ക് മെല്ലെ വെച്ചുണ്ടാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീഇൽ ചെന്നതാണ്. അങ്ങനെ ആയിഷ പിന്നാലെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചടന്നപ്പോൾ ആയിഷ തിരിഞ്ഞടന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം കൂട്ടിയപ്പോൾ ആയിഷ വേഗം കൂട്ടി.
ഓടി വന്ന് വലിപ്പിൽ കിടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ വേഗത്തിൽ ശ്വാസം വിടുന്നതാണ് കാണുന്നത്, ഉറങ്ങുന്നത് പോലെ കണ്ടു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നോ അല്ലെങ്കിൽ അലീമുൽ ഖബീർ എനിക്ക് പറഞ്ഞുതരും, ഒന്നുകിൽ നീ പറഞ്ഞുതരാ അല്ലെങ്കിൽ അൽ അലീമുൽ ഖബീർ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനിങ്ങനെ പിന്നാലെ വന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ ചുരുട്ടിയിട്ടൊന്ന് നെഞ്ചിന് ഇടിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഔജഅനി, വേദന ഉണ്ടാക്കുന്ന രൂപത്തിൽ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരിൽ ഒരാളെയും കൈ കൊണ്ട് അടിച്ചിട്ടില്ല, ഒരാളെയും അടിച്ചിട്ടില്ലെന്ന് റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്ന ഹദീസ് ബുഖാരിയിൽ വന്നിട്ടുണ്ട്. ഇതങ്ങനെ ഒരു അടിയുടെ കൂട്ടത്തിലൊന്നും കൂട്ടാൻ പറ്റുകയില്ല, അതൊരു ആ രൂപത്തിൽ അത് കൂട്ടാൻ കഴിയുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അപ്പം എൻ്റെ മുന്നിൽ കണ്ട കറുത്ത രൂപം അത് നീയായിരുന്നല്ലേ? എന്ത് വിചാരിച്ചു? അള്ളാഹും അവൻ്റെ റസൂലും നിന്നോട് ചതി കാണിക്കും എന്ന് വിചാരിച്ചോ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണ്ടായി. അപ്പോൾ അലീമുൽ ഖബീറായ അള്ളാഹു അറിയിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇൻ തതൂബാ ഇലല്ലാഹ്, നിങ്ങൾ രണ്ടുപേരും, രണ്ട് സ്ത്രീകളെയാണ് ഇവിടെ ഉദ്ദേശം, നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയങ്ങൾ അത് സഗത്, അതൊന്ന് ചാഞ്ഞിരിക്കുന്നു, ഒന്ന് തെറ്റിലേക്ക് ചാഞ്ഞിരിക്കുന്നു. വൈൻ തദാഹറ അലൈഹി, ഇനി അതല്ല, നിങ്ങൾ രണ്ടുപേരും റസൂലിനെതിരിൽ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അറിഞ്ഞു കൊള്ളുക, ഫഇന്നല്ലാഹ ഹുവ മൗലാ, നബിയുടെ മൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷാധികാരി ആരാണ്? അല്ലാഹുവാണ്, മറക്കരുത്. ഫഇന്നല്ലാഹ ഹുവ മൗലാ വജിബ്രീൽ വസാലിഹുൽ മുഅ്മിനീൻ, കൂടാതെ അവിടുത്തെ സഹായികളായി അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിന്ന് ആരുണ്ട്? ജിബ്രീൽ. സുബ്ഹാനല്ലാഹ്, മലായികത്തിൽ ഏറ്റവും അഫ്ളലായ ജിബ്രീലുണ്ട്. വസാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ അടിമകളുമുണ്ട്, മുഅ്മിനുകളായ സാലിഹുകളായ മനുഷ്യരുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ അനുസരണക്കേട് കാണിക്കരുത്. ഇത് വളരെ മഹത്വമുള്ള വലിയ മാതൃകയാകേണ്ട ആളുകൾ, അവരിൽ നിന്ന് വളരെ നിസാരമായതാണെങ്കിലും ശരി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായ രൂപത്തിൽ അവരെ തിരുത്തും. അതിനുള്ള ഉദാഹരണമാണ്, അല്ലാതെ ഇവർ പഴച്ചുപോയതാണ് എന്നല്ല. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ കേട്ടിട്ടില്ലേ? യൂനുസ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. എന്താണ്? ആ നാട്ടിൽ നിന്ന് ദേഷ്യം പിടിച്ച് പോകാൻ ഉത്തരം അനുമതി കിട്ടുന്നതിന് മുമ്പ് നാട്ടുകാരൊന്നും പറയുന്നത് കേൾക്കുന്നില്ല. ഇസ്ദഹബ മുഗാദിബൻ, ദേഷ്യപ്പെട്ട് അവിടുന്ന് ആ നാട്ടിൽ നിന്ന് പോയി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. ആ മത്സ്യത്തിന്റെ വയറ്റിൽ അല്ലാഹു അവിടെ കിടത്തി പരീക്ഷിച്ചു. എന്നാൽ അവിടത്തേക്ക് അത് ഖൈറാണ്. അവസാനം നോക്കിയാൽ അത് ഖൈറാണ്. നിനക്ക് അബദ്ധം പറ്റിയാൽ നിനക്ക് തൗബ ചെയ്യാൻ തൗഫീഖ് കിട്ടിയിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ചെയ്തു പോയ തെറ്റു നിനക്ക് അല്ലാഹു ഖൈറാക്കി മാറ്റിത്തരും. യുബദ്ദിലു അല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, സയ്യിഅത്തുകളെ പോലും അല്ലാഹു നന്മയാക്കി, തിന്മകളെ പോലും അല്ലാഹു നന്മയാക്കി മാറ്റിയത് അല്ലാഹുവിന്റെ റഹ്മത്താണത്. അപ്പൊ അത് വിചാരിച്ചിട്ട് തെറ്റ് ചെയ്യാനല്ല, പക്ഷെ തൗബ ചെയ്യാനാണ്. ഇത് തെറ്റ് ചെയ്യാനുള്ള പ്രേരണയല്ല, പിന്നെയോ തൗബ ചെയ്യാനുള്ള പ്രേരണയാണ്. കാരണം തൗബ എന്നത് ചിലപ്പോൾ നമുക്ക് മുമ്പ് തെറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ജീവിതത്തെക്കാളും ഹൈറായ ജീവിതമായി നമ്മുടെ ജീവിതം മാറിയും ചില തിരിച്ചറിവുകൾ നമുക്ക് അതുകൊണ്ടുണ്ടായേക്കും. നമ്മൾ അത്രയൊന്നും പോരാ, നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു അജബ് ചിലപ്പോൾ അതോടെ തീരും. വിനയവും അതുപോലത്തെ നല്ല സ്വഭാവങ്ങളൊക്കെ തെറ്റ് സംഭവിച്ച് തൗബ ചെയ്താൽ നമുക്ക് വന്നേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ തിരുത്തുകയാണ്. വൽ മലായികതു ബഅദ ദാലിക ളഹീർ, ഹാദാ അത്ഫുൽ ആമ്മി അലൽ ഖാസ്. ഇതിന് പറയും ആമ്മായത് ഖാസിനോട് ചേർക്കുക. കൂടാതെ മലക്കുകളുമുണ്ട് ബഅദ ദാലിക, ഇതിന് ശേഷം ളഹീർ. ളഹീർ എന്നാൽ സഹായികളായി ഉണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസാ റബ്ബുഹു, അവിടുത്തെ റബ്ബ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബ്ബ് ചെയ്തേക്കാം, ഇൻ തല്ലഖകുന്ന, അവിടുന്ന് നിങ്ങളെ തലാഖ് ചൊല്ലുകയാണെങ്കിലും, നിങ്ങളൊക്കെ തലാഖ് ചൊല്ലിയാലും, അയ്യുബ്ദിലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അല്ലാഹു പകരം കൊടുക്കും, അസ്വാജൻ, ഭാര്യമാരെ, ഖൈറൻ മിൻകുൻ, നിങ്ങളെക്കാളും നല്ല, അസ്വാജൻ ഖൈറൻ മിൻകുന്ന, മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തി വഅബ്കാറ. മുസ്ലിമീങ്ങളായ മുഅ്മിനുകളായ
അതുപോലെ ഖാനിസാത്ത്, ഖുനൂത്തുൽ, അള്ളാഹുവിന് കീഴ്പ്പെട്ടിട്ടുള്ള തായിബാത്ത്, തൗബ ചെയ്യുന്നവരായ, ആബിദാത്ത്, ഇബാദത്ത് ചെയ്യുന്നവരായ, സായിഹാത്ത്, നോമ്പ് നോക്കുന്നവരായ, സയ്യിബാത്ത് വ അബ്കാറ. അത് ശാരീരികമായ രണ്ട് വിശേഷണങ്ങളാണ്. ഒന്നുകിൽ സയ്യിബാത്ത്, സയ്യിബ് എന്നാൽ മുമ്പേ വിവാഹിതയായ പെണ്ണ്, മുത്തല്ലഖത്തോ അല്ലെങ്കിൽ മുതവഫ അൻഹാ സൗജുഹ, ഒന്നുകിൽ തലാഖ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോവുകയോ ചെയ്ത പെണ്ണ്, നേരത്തെ വിവാഹിതയായ പെണ്ണ്, അതാണ് സയ്യിബ്. ബിക്റിന്റെ ജമാണ് അബ്കാർ, അല്ലെങ്കിൽ കന്യകൾ. കന്യകകളും നേരത്തെ വിവാഹിതരുമായ നിങ്ങളെക്കാളൊന്നല്ല ഈ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ഉള്ള പെണ്ണുങ്ങളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുക്കും. നിങ്ങൾ തലാഖില്ല, അതുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങളെ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിങ്കിൽ എത്ര മക്കാനത്താണ്, സ്ഥാനമാണ് അവിടത്തേക്കുള്ളത് എന്നതിനുള്ള തെളിവാണിത്. അതുപോലെ അള്ളാഹുവിൻ്റെ തിരുത്താണ് സ്ത്രീകളോടുള്ള അള്ളാഹു അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നോക്ക്, ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ അവസാനം പറയും, എന്നാലും ഈ സൂറത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ നോക്ക്, ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് അള്ളാഹു ഈ തിരുത്തുകയുണ്ടായി. എന്നിട്ട് ഈ സൂറത്തിന്റെ അവസാനം അള്ളാഹു വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തി. ضربallahu مثلا للذين كفروا امرأة نوح وامرأة لوط. മറക്കരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല, നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ അമലേ ഉള്ളൂ. കാരണം അള്ളാഹു കാഫിറുകൾക്ക് ഉദാഹരണമായി പറഞ്ഞതാരെ, ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്, നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാർ. കാനത തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ, നമ്മുടെ സാലിഹുകളായ രണ്ട് അടിമകൾക്ക് കീഴിലായിരുന്നു അവർ. എന്നിട്ടും ഫലം യുഗ്നിയ അൻഹുമാ ഫഖാനതാഹുമാ, ആ നബിമാരെ അവർ രണ്ടുപേരും വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ആ ദീൻ സ്വീകരിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ വ്യഭിചരിച്ചു എന്നല്ല. കാരണം അള്ളാഹുവിന്റെ നബിമാരിൽ ഒരാളുടെയും ഭാര്യമാരെന്തായിട്ടില്ല, ജാനിയത്തായിട്ടില്ല. അതിൽ നിന്ന് അള്ളാഹു അവരുടെ ഫിറാശിനെ, അവരുടെ വിരിപ്പിനെ അള്ളാഹു കാത്തിട്ടുണ്ട്. അള്ളാഹു നമ്മേവരെയും അതുപോലെ കാക്കുമാറാകട്ടെ. അത് അള്ളാഹുവിന്റെ ഹിഫ്ളാണ്, അള്ളാഹുവിന്റെ നബിമാർക്ക്. അപ്പൊ ചതി എന്ന് പറഞ്ഞത് ആ ചതിയല്ല, ദീൻ സ്വീകരിച്ചില്ല എന്ന ചതിയാണ്. അതുപോലെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് മലായിക്കത്ത് വന്നപ്പോൾ നല്ല ഭംഗിയുള്ള കുട്ടികളുടെ രൂപത്തിൽ, ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് വന്നത്. അപ്പൊ ഭാര്യയാണ് ഈ കൗമിനെ അറിയിച്ചു കൊടുത്തതെന്നാണ്. അവര് ഈ സ്വവർഗരീതിയുടെ ആളുകളാണ്. ഭാര്യ അറിയിച്ചു കൊടുത്തു, ഈ ജനങ്ങൾക്ക് ഇങ്ങനെ ഭംഗിയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ചതിയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഉദാഹരണം പറഞ്ഞു നല്ല സ്ത്രീകളെ. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയായിരുന്നു. എന്നിട്ടും ആസിയ, അവർ മുഅ്മിനത്തായിരുന്നു. അവർ അവന്റെ സൈന്യത്തിന്റെയും അവന്റെയും കൊടിയ പീഡനങ്ങൾക്കിടയിലും അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്നു. അതിനുശേഷം മറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹ ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹ കാനത് മിനൽ ഖാനിതീൻ. മറിയമിന്റെ ഉദാഹരണം പറഞ്ഞു കൊടുത്തു. അപ്പോൾ നോക്കി, ഈ സൂറത്തിന്റെ ആ തുടക്കവും അവസാനവും അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ അവരെ ഉപദേശിക്കുകയാണ്. അവർ മുഅ്മിനാത്തുകൾക്കെല്ലാം ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും മാതൃകയാകേണ്ടവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തു. ഇനി നോക്കി, ഈ സൂറത്തിന്റെ സബബുൻ നുസൂൽ, ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം, അതിനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ചില അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വസ്സഹീഹു അന്ന ദാലിക കാന ഫീ തഹ്രീമിഹിൽ അസൽ. ഇത് ഇറങ്ങാനുണ്ടായ കാരണം, അതിൽ സഹീഹായത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസൽ എന്താണ്, തേൻ അവിടുന്ന് ഹറാമാക്കി, എന്ന് പറഞ്ഞാൽ സ്വന്തത്തിന് ഞാൻ ഇത് കഴിക്കൂല എന്ന് ശപഥം ചെയ്തു. അതായിരുന്നു ഇത് ഇറങ്ങാനുണ്ടായ കാരണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് മധുരവും അതുപോലെ തേനും അതൊക്കെ ഇഷ്ടമായിരുന്നു എന്നാണ്. മധുരമുള്ള ഭക്ഷണങ്ങൾ, തേൻ മധുരമുള്ളതാണ്. അതുപോലെ മധുരമുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു എന്നാണ്. അങ്ങനെ അസൽ അവിടുന്ന് ഒരിക്കൽ താൻ ഇത് കഴിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. അതിനുള്ള കാരണം എന്താണ്? ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ള, നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള പ്രസിദ്ധമായ സംഭവമാണ്. عن عائشة قالت, عائشة رضي الله عنها أم المؤمنين, അവർ പറയുന്നു, كان النبي صلى الله عليه وسلم يشرب عسلا عند زينب بنت جحش. ചില റിവായത്തുകളിൽ ഹഫ്സയുടെ അടുത്ത് എന്നും വന്നിട്ടുണ്ട്. ചിലതിരിങ്ങനെയാണ്, സൈനബ് റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ജഹ്ഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഭാര്യമാരിൽ ഒരാളാണ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ. അവരുടെ അടുത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസൽ കുടിക്കാറുണ്ടായിരുന്നു, തേൻ കുടിക്കാറുണ്ടായിരുന്നു. അവരുടെ അടുത്ത് തേൻ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വയംകുസു ഇൻദഹ, തേൻ കുടിക്കുകയും അപ്പോൾ കുടിക്കാൻ വേണ്ടി ആ സമയം കൂടുതലായി അവരുടെ അടുത്ത് നിൽക്കുകയും ചെയ്യും. ഫതവാതഅതു അന വഹഫ്സ, അപ്പം ഞാനും ഹഫ്സയും കൂടി തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ പൊതുവെ അവർ രണ്ട് ടീമായിരുന്നു എന്നാണ്. ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ, ഇവരൊക്കെ ഒരു കൂട്ടത്തിലായിരുന്നു. പിന്നൊന്ന് സൈനബിന്റെ കൂട്ടമാണ്, സൈനബ് ബിൻത് ജഹ്ഷ്. കാരണം പൊതുവെ ഒരു സ്ത്രീകൾ തമ്മിലുണ്ടാകുന്ന മത്സരം അതുണ്ടായിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയും സൈനബും തമ്മിലായിരുന്നു റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാനത് തുസാമീനി, അവരെന്നെ പോലെ ആകാൻ നോക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്നോട് മത്സരിക്കാറുണ്ടായിരുന്നു. അവർ വളരെ മുന്തിയ കുടുംബത്തിൽ ജനിച്ച സ്ത്രീയായിരുന്നു. അവരഭിമാനം പറയാറുണ്ടായിരുന്നു, നിങ്ങളുടെയൊക്കെ നിക്കാഹ് ഭൂമിയിൽ നിന്നാണ് നടന്നത്, എൻ്റെ അവിടെ നിന്നാണ് നടന്നത്, 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്നാണ്. കാരണം സൈനബിന് വിവാഹം ചെയ്യാൻ അള്ളാഹു ഖുർആനിൽ, സെയ്ദിന്റെ ഭാര്യയായിരുന്നു ആദ്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആ വിവാഹം നടത്തിയത്. അതുപോലെ അവർ ഒരുപാട് ദാനം ചെയ്തിരുന്ന സ്ത്രീയായിരുന്നു റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ സൈനബ് ബിൻത് ജഹ്ഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഭാര്യമാർ ചോദിച്ചു, നബിയെ, ആരാണ് മരണശേഷം ആദ്യമായി താങ്കളുടെ അടുത്തേക്ക് വരിക? ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം താങ്കളുടെ അടുത്തേക്ക് വരുന്നവരാരായിരിക്കും? അപ്പോൾ ആദ്യം മരിക്കുന്നത് ആരായിരിക്കും എന്നാണ്. മരണപ്പെട്ടവർ അവർ തമ്മിൽ പരസ്പരം സന്ദർശിക്കുകയും പരസ്പരം കാണുകയൊക്കെ ചെയ്യുമോ ഇല്ലേ എന്നൊരു മസ്അല ഉണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹ് എന്ന കിതാബിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അതിന് പല തെളിവുകളുണ്ടെന്നാണ്. അവർ പരസ്പരം സന്ദർശിക്കുകയൊക്കെ ചെയ്യുമെന്നത്, മരണപ്പെട്ടവർ തമ്മിൽ പരസ്പരം. അത് അവരുടെ ലോകത്തിലാണ് അവരുള്ളത്. ഈ ദുനിയാവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. അവരോട് ഇസ്തിഗാസ തേടാനോ അവരോട് ദുആ ചെയ്യാനോ പാടില്ല. അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതിനെതിരെ പറയാനാണ് അള്ളാഹുവിന്റെ നബിമാർ മുഴുവൻ വന്നത്, അള്ളാഹു അവന്റെ കിതാബുകൾ മുഴുവൻ ഇറക്കിയത്. ഇങ്ങനെ നബിയുടെ ഭാര്യമാർ ചോദിച്ചു, ആദ്യം ആരാണ് നബിയെ താങ്കളുടെ അടുത്തേക്ക് ഞങ്ങളിൽ നിന്ന് വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്വലുകുന്ന യദാ, നിങ്ങളിൽ ഏറ്റവും നീളമുള്ള കൈയുള്ളവൾ, നിങ്ങളുടെ ഏറ്റവും നീളമുള്ള കൈ ആരുടേതാണ്? അവളാണ് വരിക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരൊക്കെ അവരുടെ കൈ അളക്കാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും നീളം കണ്ടത് സൗദ ബിൻത് ജംഅ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ എന്ന സൗദ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ സൗദ, അവരുടെ കൈയായിരുന്നു. കാരണം അവർ നല്ല പൊക്കവും അതുപോലെ നല്ല തടിയുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു റളിയല്ലാഹു അൻഹ. അവരുടെ കൈയായിരുന്നു നല്ല നീളമുണ്ടായിരുന്നത്. അപ്പോൾ അവർ വിചാരിച്ചു സൗദയാണ്. പക്ഷേ ആദ്യം മരണപ്പെട്ടത് സൈനബായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നബി അവിടെ നീളമുള്ള കൈ എന്ന് ഉദ്ദേശിച്ചത് സദഖയാണ്. ധാരാളമായി സദഖ കൊടുത്തിരുന്നു സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. എത്രത്തോളം അവർ സ്വന്തമായി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിരുന്നു, എന്തെങ്കിലുമൊക്കെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുമായിരുന്നു റളിയല്ലാഹു അൻഹ. അവരാണ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തിയത്, ആദ്യം നബിക്ക് ശേഷം മരണപ്പെട്ടത്. അതുപോലെ നോക്ക് അവരുടെ നന്മകൾ എത്രയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, എന്നോട് മത്സരിച്ചിരുന്നത് സൈനബാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരിൽ അപവാദമുണ്ടായപ്പോൾ, ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരിൽ വ്യഭിചാരാരോപണമുണ്ടായപ്പോൾ അള്ളാഹു അത് പിന്നീട് 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്ന ആയത്തുകൾ ഇറക്കി. പക്ഷേ അതിനു മുമ്പ്, ആയത്തുകൾ ഇറക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലരോട് അഭിപ്രായം ചോദിച്ചിരുന്നു. അക്കൂട്ടത്തിൽ സൈനബിനോട് ചോദിച്ചു, എന്തെങ്കിലും അറിയുമോ? അപ്പൊ സൈനബ് പറഞ്ഞു, മാ അലിംനാ അലൈഹാ ഇല്ലാ ഖൈറാ, ഖൈറല്ലാതെ നമുക്കൊന്നും അറിയില്ല എന്ന് സൈനബ് പറഞ്ഞു. പക്ഷേ അവരുടെ സഹോദരി ഉണ്ടായിരുന്നു ഹംന. അവർ എന്ത് ചെയ്തു? തന്റെ സഹോദരിക്ക് വേണ്ടി, അഥവാ സൈനബിന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞവരിൽ അവരുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നീട് അപവാദം പറഞ്ഞതിന് അടി കിട്ടിയ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ഹംന ഉണ്ടായിരുന്നു. അത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവർ സഹോദരിക്ക് വേണ്ടി എനിക്കെതിരിൽ പറഞ്ഞു. പക്ഷെ സൈനബാകട്ടെ അവരുടെ വറാ, അവരുടെ തഖ്വ കൊണ്ട് ഒന്നും പറഞ്ഞില്ല, ഖൈർ പറഞ്ഞു റളിയല്ലാഹു അൻഹ. അപ്പോൾ ഇങ്ങനെ ഒരു 2 കൂട്ടമായിരുന്നു. ഒന്നിന്റെ നേതാവ് ആയിഷ റളിയല്ലാഹു അൻഹ ആണെങ്കിൽ ഒന്നിൻ്റേത് സൈനബായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. അങ്ങനെ സൈനബിന്റെ അടുത്ത് ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഹഫ്സയും തമ്മിൽ ഒത്തു.
അയ്യതുനാ ദഖല അലൈഹ, നമ്മൾ ആരുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാലും ഫൽതഖുൽ ലഹു അകൽത മഗാഫീർ ഇന്നി അജ്ദു മിൻക റീഹ മഗാഫീർ, എന്താണ് നബിയെ താങ്കൾ ഇന്ന് മഗാഫീർ കഴിച്ചോ? മഗാഫീറിന്റെ മണം. മഗാഫീർ എന്നാൽ മുഗ്ഫൂർ എന്നതിന്റെ ബഹുവചനമാണ് മഗാഫീർ. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു കഴിക്കാനുള്ള പാനീയമാണ്. മോശം മണമായിരുന്നു അത് കഴിച്ചാൽ. അങ്ങനെ ഒരു പ്രത്യേക മരത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അവിടുത്തെ സ്വഭാവമായിരുന്നു തൻ്റെ ശരീരത്തിന് എന്തെങ്കിലും മോശമായ ഗന്ധം ഉണ്ടാകാന്നുള്ളത് ഒരിക്കലും അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവിടുന്ന് ആകട്ടെ വളരെ നല്ല സുഗന്ധം ഉണ്ടായിരുന്നു. ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിനേക്കാളും നല്ല ഒരു കസ്തൂരിയും ഞാൻ മണത്തിട്ടില്ല. അവിടുത്തെ കയ്യിനേക്കാളും മൃദുലമായ ഒരു പട്ടും ഞാൻ തൊട്ടിട്ടില്ല. അവിടുന്ന് ഖുലുഖൻ വ ഖൽഖൻ, സ്വഭാവം കൊണ്ടും അവിടുത്തെ ശരീരം കൊണ്ടും അവിടുത്തെ ഏറ്റവും നല്ലതായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ അവിടുത്തെ മയ്യിത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, താബ ഹയ്യൻ വ മയ്യിത, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ല ശരീരമാണ് അവിടുത്തേത്. താബ ഹയ്യൻ വ മയ്യിത സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തേക്ക് തൻ്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും മോശമായ ഗന്ധം വരിക എന്നത് തീരെ അത് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആയിഷയും ഹഫ്സയും പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ, ഇല്ല, വലാകിന്നി കുൻതു അശ്റബു അസല, ഞാൻ മഗാഫീർ കുടിച്ചിട്ടില്ല. പിന്നെന്താ കുടിച്ചത്? തേനാണ് കുടിച്ചത്. ഇൻദ സൈനബ് ബിൻത് ജഹ്ഷ്, സൈനബിന്റെ അടുത്ത്. ഫലൻ അഊദ ലഹു, ഇനി ഞാൻ ഒരിക്കലും കുടിക്കുകയില്ല. വഖദ് ഹലഫ്തു, ഞാൻ സത്യം ചെയ്യുന്നു ഇനി ഞാൻ കുടിക്കുകയില്ല. പക്ഷേ ലാ തുഖ്ബിരി ബിദാലിക അഹദ, ഇതാരോട് പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരിൽ ഒരാളോട് പറഞ്ഞു. ഇതായിരുന്നു സംഭവം. വേറെ ചില റിവായത്തുകളിൽ ഇത് ആളെ വ്യത്യാസം വന്നിട്ടുണ്ട്. ആരുടെ അടുത്താണ് തേൻ കുടിച്ചത് എന്നതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് വല്ലാഹു അലം, റാവിമാർക്ക് ഉണ്ടാകുന്ന ചില സംശയങ്ങൾ കൊണ്ട് അങ്ങനെ ആളെ മാറിപ്പോയേക്കും. അതുകൊണ്ട് നമുക്ക് ഒരു അമലും നഷ്ടപ്പെടാനില്ല. എന്തെങ്കിലും ഒരു അമൽ അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനില്ല, അതുപോലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട്. ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ ഇറക്കാൻ ഉണ്ടായ കാരണം. അതുപോലെ വേറെയും ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ചിലർ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളയുകയുണ്ടായി. എന്നിട്ട് എന്തിനു ചോദിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത് പോരാ എന്നത് പറഞ്ഞു. അങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തോട് അള്ളാഹു ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. എന്ത്? നബിയെ താങ്കളുടെ ഭാര്യമാരോട് പറയുക, ദുനിയാവാണ് വേണ്ടത്, ഫതആലൈൻ വരൂ, ഉമത്തഅകുന്ന വഉസർരിഹ്കുന്ന സറാഹൻ ജമീല, നല്ല മതാഉം തന്ന്, അഥവാ തലാഖ് ചൊല്ലുമ്പോൾ കൊടുക്കുന്നതാണ് മതാ, അതും തന്ന് ഞാൻ ഒഴിവാക്കി തരാം. അതല്ല, നിങ്ങൾക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് വേണ്ടത്, ക്ഷമിച്ചു നിന്നോളൂ, അള്ളാഹു പരലോകത്ത് ഏറ്റവും നല്ല പ്രതിഫലം തരും. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം മതി എന്ന് പറഞ്ഞു. നോക്ക്, ഈ ആയത്തുകൾ ആരെക്കുറിച്ചാണ്? ഇൻ തതൂബ, നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യണം എന്നൊക്കെയുള്ള ആയത്തുകൾ ഇറങ്ങിയത് ആരെക്കുറിച്ചാണ്? ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിമും തിർമിദിയും നസായിയും ഒക്കെ റിവായത്ത് ചെയ്തതാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ, കുറച്ച് ദീർഘമായ ഒരു ഹദീസാണ്, പക്ഷേ ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു റിവായത്താണിത്. അതുകൊണ്ട് നമ്മളത് മുഴുവനായി വായിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം അസൽ ഹരീസൻ, എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് വലിയ ആലിമായിരുന്നു. അള്ളാഹുവിന്റെ കിതാബിന്റെ തഫ്സീറിനെ കുറിച്ച് നല്ല ഇൽമുള്ള സഹാബിയായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം അസൽ ഹരീസൻ, എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു, അലാ അൻ അസ്അല ഉമറ, ഉമറിനോട് ചോദിക്കാൻ, ഉമറിനോട് ചോദിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അനിൽ മർഅതൈനി, ആ രണ്ട് സ്ത്രീകളെ കുറിച്ച്, മിൻ അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതൈനി ഖാല അല്ലാഹു തആല ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ. ആരാണ് ഈ രണ്ടുപേർ? അള്ളാഹു നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യണം എന്ന് പറഞ്ഞ ഈ രണ്ടുപേർ ആരാണെന്ന് ഉമറിനോട് ചോദിക്കാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഉമറിനോട് എപ്പോഴും എന്തും കയറി ചോദിക്കാൻ തോന്നുകയില്ല. കാരണം ഉമറിന്റെ ഹൈബത്താണത്. അതിന് ഹൈബത്ത് എന്ന് പറയും. എന്താണ് ഹൈബത്ത്? ഒരു ഗാംഭീര്യമാണ്.
അത് ഖൈറിന്റെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഹൈബത്ത് ഉണ്ടായിരുന്നു. കാരണം നബിയോട് ചോദിക്കാൻ ആർക്ക് ഹൈബത്ത് തോന്നിയിട്ടുണ്ട്? ഉമറിന് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഉമറിന്റെ ഹൈബത്ത് കാരണം എനിക്കങ്ങനെ ചോദിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഞാൻ അതിങ്ങനെ അതിനുള്ള അവസരം കാത്തിരുന്നു. നോക്കണം, അവരുടെ ഇൽമിനോടുള്ള താല്പര്യമാണിത്. അവസരം കാത്തിരുന്നു. അങ്ങനെ അവസരം കിട്ടിയത് അപ്പോഴാണ്. ഒരിക്കലും ഒരു ഹജ്ജിൽ ഉമർ ഹജ്ജ് ചെയ്തു. ഖലീഫ എല്ലാ വർഷവും ഹജ്ജിന് നേതൃത്വം കൊടുക്കാൻ ആരാണ്? ഖലീഫയാണ്. അങ്ങനെ ഹജ്ജ് ചെയ്തു. വഹജ്ജത്തു മഅഹു, ഞാനും ഹജ്ജ് ചെയ്തു. അങ്ങനെ ഫലമ്മ കാന ബിബഅദി ത്വരീഖ്, നമ്മളിങ്ങനെ യാത്രക്കിടയിൽ വഴിയിലായിരിക്കെ അദല ഉമർ വഅദൽതു മഅഹു ബിൽ ഇദാവ, ഉമർ ഒരു വഴിയിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറി. ഉമറിന്റെ എന്തോ പ്രാഥമികമായ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി, wudu എടുക്കാനൊക്കെ. അപ്പൊ ഞാനും മാറി. ബിൽ ഇദാവ, ഞാൻ പാത്രവും എടുത്ത് ചെന്നു. എന്തിന്? വെള്ളം ഒഴിച്ചു കൊടുക്കാറ്. അപ്പൊ ഒരു അവസരം കിട്ടും ചോദിക്കാം. അങ്ങനെ ഫതബറദ, ഉമർ അവിടുത്തെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ചെന്നു. സുമ്മ അതാനി, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഫസകബ്തു അലാ യദൈഹി, അപ്പൊ ഞാൻ വെള്ളം രണ്ട് കൈയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഫതവല്ല, ഉമർ wudu എടുത്തു. ആ സമയത്ത് ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, മനിൽ മർഅതാനി മിൻ അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതാനി ഖാല അല്ലാഹു തആല ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ. അല്ലാഹു ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യണം, നിങ്ങളുടെ ഖൽബ് ഒന്ന് തെറ്റിപ്പോയി രണ്ടുപേരുടെയും എന്ന് അല്ലാഹു പറഞ്ഞ നബിയുടെ ഭാര്യമാരിൽ രണ്ടുപേർ ആരായിരുന്നു? ഫഖാല ഉമർ, ഉമർ പറഞ്ഞു, വാ അജബൻ ലക ഇബ്നു അബ്ബാസ്, അജബൻ, അജബാണല്ലോ നിങ്ങളുടെ കാര്യം ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞു. എന്താണ് ഉമർ അങ്ങനെ പറഞ്ഞത്? സുഹരി പറഞ്ഞു, കെരെ, നമ്മളെ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ രണ്ടുപേരുടെ ഒരു ചെറുതെങ്കിലും അവരുടെ ഒരു പാളിച്ച പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല, എന്നാൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഖാല ഹിയ ഹഫ്സ വ ആയിഷ റളിയല്ലാഹു അൻഹുമാ. ആ രണ്ടുപേരാരാണ്? ഹഫ്സയും ആയിഷയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രിയപ്പെട്ടവരാണ് അവിടുത്തെ ഭാര്യമാർ. അല്ല, അവിടുത്തോട് മൻ അഹബ്ബുൻ നാസി ഇലൈകി, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ് എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണ്? ആയിഷ, ആയിഷയാണ്. മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്നാരെ? അബൂഹ, അവളുടെ ഉപ്പയെ, അഥവാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുന്ന, എന്നിട്ട് ഉമർ പറഞ്ഞു, ഉമർ ആ സംഭവം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. കുന്ന മഅശറ ഖുറൈശ്, കുന്ന മഅശറ ഖുറൈശിൻ ഖൗമൻ നഗ്ലിബുൻ നിസാ. നമ്മൾ ഖുറൈശികൾ എങ്ങനെയുള്ള ആളുകളായിരുന്നു എന്നറിയുമോ? നഗ്ലിബുൻ നിസാ, സ്ത്രീകളെ ഭരിച്ചിരുന്ന ആളുകളെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഞങ്ങൾക്ക് മുകളിൽ കയറാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിച്ചിരുന്നു. അങ്ങനെയുള്ള ആളുകളായിരുന്നു ആര്? ഞങ്ങൾ മക്കക്കാർ, ഖുറൈശികൾ അങ്ങനെയായിരുന്നു. എന്നാൽ ഫലമ്മ ഖദിംനൽ മദീന, നമ്മൾ മദീനയിലെത്തിയപ്പോൾ നേരെ തിരിച്ചാണ്. ഓരോ നാട്ടിനെ പറ്റി അങ്ങനെ പറയും. തലശ്ശേരി പറ്റി മുമ്പ് അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. ചില നാട്ടിൽ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഭരിക്കും, ചില നാട്ടിൽ അങ്ങനെ എന്നതുപോലെ. ഫലമ്മ ഖദിംനൽ മദീന, നമ്മൾ മദീനയിലെത്തിയപ്പോൾ വജദ്ന ഖൗമൻ തഗ്ലിബുഹും നിസാഉഹും. മദീനയിലെത്തിയപ്പോൾ നമ്മൾ കണ്ടു അവിടുത്തെ ആളുകൾ അവരുടെ മെക്കിട്ട് കയറിയിരുന്നു ആര്? സ്ത്രീകൾ അവരെ ഭരിച്ചിരുന്നു. അങ്ങനെയാണ് മദീനയിലെ അവസ്ഥ. ഫതഫിഖ നിസാഉന, അപ്പൊ എന്തായി? നമ്മളെ സ്ത്രീകളും യതഅല്ലംന മിൻ നിസാഇ, ആ നാട്ടിലെ പെണ്ണുങ്ങളെടുത്തുനിന്ന് പലതും പഠിച്ചു. ഇങ്ങനെയൊക്കെ നടക്കും എന്നവർ പഠിച്ചു. ഖാൽ, എന്നിട്ട് ഉമർ പറഞ്ഞു, വകാന മൻസിലി ഫി ദാരി ബനി ഉമയ്യ ഇബ്നു സയ്ദ് ബിൽ അവാലി. മദീനയിലെ അവാലി കുറച്ച് ഉയർന്നൊരു പ്രദേശം ഉണ്ടായിരുന്നു. അവിടെ ബനു ഉമയ്യ ഇബ്നു സയ്ദ് എന്ന ഗോത്രക്കാരുടെ വീട്ടിനടുത്തായിരുന്നു എൻ്റെ വീടുണ്ടായിരുന്നത് മദീനയിൽ. ഖാൽ, അങ്ങനെ ഒരിക്കൽ ഫഗളിബ്തു യൗമൻ അല ഇംറഅതി, എൻ്റെ ഭാര്യയോട് ഞാൻ എന്തിനോ ഒരു ദിവസം ചൂടായി, ദേഷ്യം പിടിച്ചു. ഫൈദാ ഹിയ തുറാജിഉനി, അപ്പോഴതാ എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചെയ്യുന്നു, പലതും ചോദിക്കുന്നു. മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, മക്കത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, പറയുന്ന കേട്ടും ഉണ്ടായിരിക്കും. ഫഅൻകർതു അൻ തുറാജിഅനി, അപ്പൊ ഞാനത് എതിർത്തു. എങ്ങനെയാണ് എന്നെ അവൾ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു. ഫഖാലത്, അപ്പോ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, മാ തുൻകിറു അൻ തുറാജിഅക, എന്താണ് നിങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത്? ഫവല്ലാഹി, അല്ലാഹുവാണ്, ഇന്ന അസ്വാജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലയുറാജിഅനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നബി അങ്ങനെ ചോദ്യം ചെയ്യാറുണ്ട്. എത്രത്തോളം? വതഹ്ജുറുഹു ഇഹ്ദാഹുന്നൽ യൗമ ഇലൽ ലൈൽ, എത്രത്തോളം? രാവിലെ മുതൽ രാത്രി വരെ മിണ്ടാതിരിക്കാൻ വരണ്ട്, പിണങ്ങി
നിൽക്കാറ് വരെ ഉണ്ട് നബിയുടെ ഭാര്യമാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അഫ്ളലല്ലല്ലോ നിങ്ങൾ, പിന്നെ എങ്ങനെ ഇത് പാടില്ല എന്ന് പറയുക? ഖാൽ, അപ്പൊ ഉമറിന് ഇത് കേട്ടപ്പോൾ ആകെ ബേജാറായി. ഉമർ പറഞ്ഞു ഫന്തലഖ്തു, ഞാൻ ചെന്നു. വേറെ ചില റിവായത്തുകൾ കാണാം എങ്കിൽ അവരൊക്കെ നശിച്ചു, അവർ തൊലഞ്ഞു എന്ന് ഉമർ പറഞ്ഞു. എന്നിട്ട് ഉമർ എന്ത് ചെയ്തു? ഫദഖൽതു അല ഹഫ്സ, ആരുടെ അടുത്തേക്ക് ചെന്നു? ഹഫ്സയുടെ അടുത്ത്. ഹഫ്സ ഉമറിന്റെ മകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. ഖുൽതു, എന്നിട്ട് പറഞ്ഞു ഖദ് ഖാബ മൻ ഫഅല ദാലിക മിൻകുൻ, എന്നിട്ട് ഞാൻ ചോദിച്ചു അതുറാജിഈന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുറാജഅ നടത്താറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുക, തിരുത്താൻ ആവശ്യപ്പെടുക, അങ്ങനെ ചെയ്യാറുണ്ടോ? ഖാലത് നഅം, ഹഫ്സ പറഞ്ഞു അതെ ചെയ്യാറുണ്ട്. ഖുൽതു, എന്നിട്ട് ഉമർ ചോദിച്ചു ഫതഹ്ജുറുഹു ഇഹ്ദാകുന്ന അൽയൗമ ഇല അൽ-ലൈൽ, എന്നിട്ട് പകൽ മുതൽ രാത്രി വരെ നിങ്ങൾ നബിയുടെ ഭാര്യമാർ നബിയോട് മിണ്ടാതിരിക്കാറുണ്ടോ? ഖാലത് നഅം, ഹഫ്സ പറഞ്ഞു ചെയ്യാറുണ്ട്. ഖുൽതു, ഉമർ പറഞ്ഞു ഖദ് ഖാബ മൻ ഫഅല ദാലിക മിൻകുന്ന വഖസിർ, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവർ തൊലഞ്ഞത് തന്നെ, നശിച്ചത് തന്നെ. അഫതഅമനു, നിങ്ങൾക്ക് പേടിയില്ലേ, നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അഫതഅമനു ഇഹ്ദാകുന്ന അൻ യഗ്ലിബ يغضب الله عليها لغضب رسوله فإذا هي قد هلكت, നിങ്ങൾക്ക് പേടിയില്ലേ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് കോപിച്ചാൽ അള്ളാഹു നിങ്ങളോട് കോപിക്കുമെന്ന്? അള്ളാഹുവിന്റെ റസൂലിന്റെ കോപത്തിന് വേണ്ടി ആര് കോപിക്കും? അള്ളാഹു കോപിക്കും. അങ്ങനെ നിങ്ങൾ നശിച്ചു പോകുമെന്ന് നിങ്ങൾക്ക് പേടിയില്ലേ? ലാ തുറാജിഇ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തസ്അലിഹി ശൈഅ, മേലാൽ എന്ത് ചെയ്യരുത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചെയ്യാനോ നബിയോട് എന്തെങ്കിലും തിരുത്താൻ ആവശ്യപ്പെടാനോ പാടില്ല. വസലീനി മിമ്മാലി മാ ബദലക്, എന്താണ് എനിക്ക് പൈസ എന്തെങ്കിലും വേണോ എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം. വലാ യഗുറന്നക, ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, നിന്നെ വഞ്ചിച്ച് കളയരുത്. ഇൻകാനത് ജാറതുകി, നിന്റെ അയൽവാസി, അയൽവാസി എന്നാൽ ഉദ്ദേശിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്, അയൽവാസിയാണെന്നത്. ഹിയ ഔസമു വഹബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻക, നിന്നെക്കാളും ഭംഗിയും നിന്നെക്കാളും നബിക്ക് പ്രിയപ്പെട്ടവളുമാണ് നിന്റെ അയൽവാസി എന്നത് നിന്നെ വഞ്ചിച്ച് കളയരുത്. യുരീദു ആയിഷ, ഉദ്ദേശിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ. നമ്മൾ സാധാരണ പറയാം, നീ അവനെ കണ്ട് നീ കളിക്കണ്ട, അവളെ കണ്ട് നീ കളിക്കണ്ട എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അല്ലാഹു അലം, അതുപോലത്തെ ഒരു വാക്കാണ്. അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് ഉമർ പറഞ്ഞു വകാന ലി ജാറുൻ മിനൽ അൻസാർ, എനിക്ക് അൻസാറുകളിൽപ്പെട്ട ഒരു അയൽവാസി ഉണ്ടായിരുന്നു. ഇത് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ ഉമർ ഇങ്ങനെ തിരുത്തിയിട്ടുണ്ട്. തൻ്റെ മകളെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തിരുത്തിയിട്ടുണ്ട്. അതുപോലെ വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ഉമർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് പോയി പറഞ്ഞു. കാരണം ഉമറിന് പലപ്പോഴും ഉണ്ടാകുന്നതാണ് ഉമർ പറഞ്ഞതിനോട് യോജിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്. ഈ സംഭവത്തിൽ അതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇത് മാത്രമല്ല, വേറെയും നേരത്തെ പറഞ്ഞതുപോലെ ചെലവിന് കൂടുതൽ ആവശ്യപ്പെട്ടതുപോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ ഉമർ പറയുന്നു വകാന ലി ജാറുൻ മിനൽ അൻസാർ, എനിക്ക് ഒരു അയൽവാസി ഉണ്ടായിരുന്നു അൻസാറുകളിൽപ്പെട്ട. വകുന്നാ നതനാവബു النزول الى رسول الله صلى الله عليه وسلم ينزل يوما وانزل يوما, ഞാനും ഈ അൻസാരിയായ എൻ്റെ അയൽവാസിയും ഞങ്ങൾ ഊഴം വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പഠിക്കാൻ ചെല്ലും. ഞാൻ ജോലിക്ക് പോകുന്ന ദിവസം ആര് ചെല്ലും? ഈ അൻസാരി ചെല്ലും. അപ്പം ഞാൻ പണിയെടുക്കും. എന്നിട്ട് അദ്ദേഹം പഠിച്ചത് എനിക്ക് പറഞ്ഞുതരും. പിറ്റേന്ന് ഞാൻ ചെല്ലും പഠിക്കാൻ, ഇദ്ദേഹം ജോലിക്ക് ചെല്ലും, ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അവർക്ക് ഉള്ള ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. പിന്നെ നമുക്ക് മനസ്സിലാക്കാം, നബിയുടെ സഹാബിമാരെല്ലാവരും എല്ലാ സമയത്തും നബിയുടെ മജ്ലിസിൽ ഇരിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസ് ഉണ്ടായിരിക്കും, അവരെവിടെ പോയിട്ടുണ്ട്? ജോലിക്ക് പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അത് വിലക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അതിന് ഒളിച്ചോടാനുള്ള ഒരു മാർഗമായിട്ട് ആരും എന്തിനെ കണക്കൂട്ടരുത്. അള്ളാഹുവിൻ്റെ ദീനിനെയോ ആ ദീനിൻ്റെ ഇൽമ പഠിക്കുന്നതിനെയോ ഒരിക്കലും മുതലെടുക്കാൻ പാടില്ല. അത് ആളുകൾക്കിടയിൽ ഈ ദീനിനെയും ഇൽമിനെയും അതിനെക്കുറിച്ച് മോശമായ ചിന്ത ഉണ്ടാകാനേ അത് ഉപകരിക്കുള്ളൂ. എന്താണ് അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ ഇങ്ങനെ ചെല്ലുന്നത് എന്ന് പറഞ്ഞ ആൾ ദീനിനെയും ഇൽമിനെയൊക്കെ വെറുക്കാൻ തുടങ്ങും. അത് പാടില്ലാത്തതാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിന്റെ കണ്ണുകൾക്ക് എന്നോട് ബാധ്യതയുണ്ട്, നിന്റെ കുടുംബത്തിന് എന്നോട് ബാധ്യതയുണ്ട്, നിന്റെ ശരീരത്തിന് എന്നോട് ബാധ്യതയുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് എന്നോട് അവകാശമുണ്ട്. അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിനക്ക് നിന്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്, നിന്റെ കണ്ണുകളോട് നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. ഫഅഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹ്, ഫഅഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹ്. അതുകൊണ്ട് ഓരോ അവകാശിക്കും
അവരുടെ അവകാശം നീ കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഉമർ പറയുന്നു, അങ്ങനെ ഇദ്ദേഹം ഞങ്ങൾ ഊഴം വെച്ചിങ്ങനെ ചൊല്ലും. ഖാല വകുന്നാ നതഹദ്ദസ്, അന്ന് ഞങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയം ഉണ്ടായിരുന്നു. മദീനയിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അതായത് അന്ന ഗസ്സാൻ തുൻഇലുൽ ഖൈല ലിതഗ്സൂന, ഗസ്സാൻ എന്ന് പറയുന്ന ഒരു രാജാവ്, ഒരു അടുത്ത പ്രദേശത്തുള്ള രാജാവ് മദീനയെ ആക്രമിക്കാൻ വരും എന്നൊരു കേൾവി ഇങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്. فنزل صاحبي يوما ثم أتى عشاء فضرب بابي ثم ناداني. അങ്ങനെ ഒരു ദിവസം എൻ്റെ സഹോദരൻ രാവിലെ ചെന്നു, എൻ്റെ അയൽവാസി, എന്നിട്ട് രാത്രി വന്ന് എൻ്റെ വാതിലിൽ മുട്ടി. എങ്ങനെ മുട്ടി? ഉച്ചത്തിൽ മുട്ടിയെന്നാണ്, പേടിപ്പിക്കുന്ന രൂപത്തിൽ മുട്ടി. ഉമർ പറഞ്ഞു, ഞാനൊക്കെ പേടിച്ചുപോയി. മനസ്സിലായോ? അതായത് പെട്ടെന്നുണ്ടാകുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒരാൾക്ക് പേടിയുണ്ടാവില്ല, സ്വാഭാവികമാണ്. فخرجت إليه فقال حدث أمر عظيم. ഞാൻ വാതിൽ തുറന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇതാ ഭയങ്കരമായ ഒരു കാര്യമുണ്ടായിരിക്കുന്നു. فقلت وما ذاك أجاءت غسان. ഞാൻ ചോദിച്ചു, എന്താണ്? ഗസ്സാൻ വന്നോ? ഗസ്സാൻ യുദ്ധത്തിന് വന്നോ? അപ്പൊ പറഞ്ഞു, അല്ല, ലാ ബൽ അഅ്ളമ മിൻ ദാലിക വഅത്വൽ, അതിനേക്കാളും ഭയങ്കരമായ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഈ അയൽവാസിയാണ് നബിയോട് ഉമറിനോട് പറയുന്നത്. طلق رسول الله صلى الله عليه وسلم النساء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെ മുഴുവൻ തലാഖ് എന്ന് ഇദ്ദേഹം പറഞ്ഞ് ഉമറിനോട് പറഞ്ഞു. അതൊരു ഷായിഅത്തായിരുന്നു. ഷായിഅത്ത് എന്നാൽ ഒരു കാര്യം അങ്ങ് പ്രചരിച്ചതായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈല ചെയ്തതാണ്. ഈല എന്നാൽ ശപഥം ചെയ്തു, ഒരു മാസം ഞാൻ എൻ്റെ ഭാര്യമാരുടെ അടുത്തേക്ക് ചെല്ലുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപഥം ചെയ്തു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അടിക്കടി ഉണ്ടായപ്പോൾ അവരെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന നിലക്ക്, ഗുണദോഷിക്കുന്ന നിലക്ക് ഈ ഈല എന്ന് പറയും. സൂറത്തുൽ ബഖറയിൽ അതിൻ്റെ ഹുക്കുമുകളെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട് ഈലാഇനെ കുറിച്ച്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെയാണ് നാട്ടിൽ പരന്നത്, വാർത്ത പരന്നത്. അതുകൊണ്ട് വാർത്ത എല്ലാം അങ്ങനെ തന്നെ വിശ്വസിക്കാൻ പാടില്ല. ഇതിപ്പോൾ സഹാബികളുടെ കാലത്താണ്. കാരണം ആരെങ്കിലും ഒരാൾ കേട്ടത് തെറ്റിപ്പോയിരിക്കും, പിന്നെ അവൻ പറഞ്ഞതായിരിക്കും ബാക്കി എല്ലാവരും കേൾക്കുക. അതുകൊണ്ട് തൗസീഖ് വളരെ അത്യാവശ്യമാണ്. ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കാര്യം വിശ്വസിക്കാൻ പാടുള്ളൂ. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഖദ് ഖാബത് ഹഫ്സ ഖസിറത്, ഹഫ്സ തൊലഞ്ഞുപോയി, ഹഫ്സയുടെ കാര്യം പോക്കായി. കാരണം ഉമറിന് സ്വന്തം മകളുടെ കാര്യമാണ് ആ സമയത്ത് ഓർമ്മ വന്നത്. ആ കൂട്ടത്തിനാണല്ലോ ഹഫ്സയും, ഭാര്യമാരുടെ കൂട്ടത്തിൽ. ഖദ് കുൻതു അദുന്നു ഹാദാ കായിന, ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ തന്നെ നടക്കുമെന്ന്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹത്താ ഇദാ സല്ലൈതു സുബ്ഹ്, സുബ്ഹ് നിസ്കരിച്ചപ്പോൾ ശദത്തു അലയ്യ സിയാബി, ഞാൻ കുപ്പായമൊക്കെ മുറുക്കി കൊടുത്ത് ഞാൻ ചെന്നു. ഫദഖൽതു അല ഹഫ്സ വഹിയ തബ്കി, ഞാൻ ഹഫ്സയുടെ അടുത്തേക്ക് ചെന്നു, ഹഫ്സ കരയുന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, അത്തല്ലഖകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ നിങ്ങളൊക്കെ തലാഖില്ലയോ? ഖാലത്, ഹഫ്സ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയുകയില്ല. കാരണം നാട്ടിൽ പറയുന്നത് നബിയുടെ ഭാര്യമാരും കേട്ടു, അവർ കരയാൻ തുടങ്ങി. ഹുവ ഹാദാ മുഅ്തസലുൻ ഫി ഹാദിഹിൽ മശ്റൂബ, ഹഫ്സ പറഞ്ഞു, അതാ നബി, അതാ ആ മശ്റൂബയിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഉയർത്തിൽ പ്രത്യേകമായ ഒരു റൂമുണ്ടായിരുന്നു. വീടല്ലാതെ ഒഴിഞ്ഞിരിക്കാനുള്ളൊരു റൂമുണ്ടായിരുന്നു. അവിടെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു. അതുപോലെ അവിടെ ഇരിക്കാൻ വേറെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഇതിന്റെ ചില കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചു വരുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ് അവിടുത്തെ ഒരു കുതിരപ്പുറത്ത് നിന്ന് വീണത്. എന്നിട്ട് അവിടുത്തെ തൊലി പോവുകയുണ്ടായി, പരിക്കേൽക്കുണ്ടായി, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത രൂപത്തിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നാണ് നിസ്കരിച്ചത്. അപ്പോൾ ആ സംഭവം കൂടി ആയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നു എന്നത് വേറെ ചില ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അതൈതു ഗുലാമൻ ലഹു അസ്വദ്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റൂമിന് പുറത്ത് ഒരാൾ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു കറുത്ത നിറമുള്ള ഒരു കുട്ടി. ഫഖുൽതു, ഞാൻ ചോദിച്ചു, ഉമർ ചെന്ന് ചോദിച്ചു, ഇസ്തഅ്സിൻ ലി ഉമർ, നീ പോയി ഉമർ ഉണ്ട്, പിന്നെ ഉമറിന് കയറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുമതി ചോദിക്കും എന്ന് പറഞ്ഞു. ഫദഖലൽ ഗുലാം, അപ്പോൾ ഈ കുട്ടി കയറി. സുമ്മ ഖറജ ഇലയ്യ, തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ദഖർതുക ലഹു ഫസമത്, ഞാൻ നിങ്ങളെ കാര്യം പറഞ്ഞു, നിങ്ങൾ പുറത്തുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു. فانطلقت حتى أتيت المنبر فإذا عندهم رهط جلوس يبكي بعضهم. അങ്ങനെ ഞാൻ മസ്ജിദിലേക്ക് ചെന്നു. മസ്ജിദിലേക്ക് വന്നപ്പോൾ അതാ മിമ്പറിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ഇരുന്നു, അവരിങ്ങനെ കരയുന്നു. ഉണ്ടായ സംഭവം ഓർത്ത് അവർ കരയുന്നു. അങ്ങനെ ഫജലസ്തു ഖലീലൻ, ഉമർ പറഞ്ഞു, ഞാൻ അത് കണ്ടപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. സുമ്മ ഖലബനി മാജിദ്, പിന്നെ എനിക്ക് എന്ത് കിട്ടില്ല,
ക്ഷമ കിട്ടുന്നില്ല. ഫഅതൈതുൽ ഗുലാം, പിന്നെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുറിയുടെ അടുത്തേക്ക് ചെന്നു. ഈ കുട്ടിയോട് പറഞ്ഞു, ഇസ്തഅദിൻ ഉമർ, ഉമറിന് കയറാൻ അനുമതി തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയൂ, ഉമർ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയൂ. ഫദഖല സുമ്മ ഖറജ്, കുട്ടി കയറി തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഖദ് ദകർതുക ലഹു ഫസമത്, നബിയോട് ഞാൻ പറഞ്ഞു, നബി ഒന്നും മിണ്ടുന്നില്ല. ഫഖറജ്തു ഫജലസ്തു ഇലൽ മിമ്പർ, വീണ്ടും വന്ന് മിമ്പറിന്റെ അടുത്തിരുന്നു. സുമ്മ ഖാല ബനി മാജിദ് ഫഅതൈതുൽ ഗുലാം, വീണ്ടും ഇരിക്കപ്പുറത്തില്ലാതെ വീണ്ടും ചെന്നു. എന്നിട്ട് അതേപോലെ ചോദിച്ചു. അപ്പോ പറഞ്ഞു, ഈ കുട്ടി വന്നിട്ട് ഇതേ മറുപടി തന്നെ, മൂന്നാമത്തെ തവണ. ഫവല്ലൈതു മുദ്ബിറ, അപ്പൊ ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഫൈദൽ ഗുലാം യദ്ഉനി, അപ്പോഴതാ കുട്ടി എന്നെ വിളിക്കുന്നു, തിരിച്ചു വിളിക്കുന്നു. ഉദ്ഖുൽ ഖദ് ഉദിന ലക് ഔ ഖദ് അദിന ലക്, കയറിക്കോ, നബി അനുവദിച്ചിട്ടുണ്ട്. ഫദഖൽതു ഫസല്ലംതു അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ ഹുവ മുത്തകിഉൻ അലാ റുമാലി ഹസീർ. ഇപ്പോഴാണ് ഈ സമയത്താണ് പ്രസിദ്ധമായ ആ സംഭവം ഉണ്ടായത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പായയിൽ ഇങ്ങനെ കിടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലെ അടയാളം, അത് ഈ സന്ദർഭത്തിലാണ്. അപ്പൊ ഉമർ ആ സമയത്താണ് ഉമർ അത് കണ്ട് കരയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ഉമർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നോക്കി ആ മുറിയിൽ എന്താ ഉള്ളത്? വളരെ വില കുറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഒരു 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 ആഡംബരത്തിന്റെ ഒന്നും അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു, അതല്ലഖ്ത യാ റസൂലല്ലാഹ് നിസാഅക്, ഓ നബിയെ, താങ്കളുടെ ഭാര്യമാരെ തലാഖ് ചൊല്ലിയോ? ഫറഫഅ റഅസഹു ഇലയ്യ വഖാൽ ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തി എന്നോട് പറഞ്ഞു, ഇല്ല. അപ്പോൾ ഉമർ പറഞ്ഞു, അല്ലാഹു അക്ബർ. ഉമറിന് സന്തോഷം വന്നു. ഉമർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിലാണ് ഈ കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഗ്ളമാണ്, അവിടത്തേക്ക് ദേഷ്യമുണ്ട്. അപ്പൊ ഉമർ അവിടെ നിൽക്കുകയാണ്. ഉമർ ഇത് ചോദിച്ചു. എന്നിട്ട് ഉമർ പറഞ്ഞു, വലൗ റഅയ്തനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്കറിയില്ലേ, വകുന്നാ മഅശറ ഖുറൈശിൻ ഖൗമൻ നഗ്ലിബുൻ നിസാ, നമ്മൾ ഖുറൈശികളല്ലേ, മക്കത്ത് ഇങ്ങനെയായിരുന്നു അവസ്ഥ അല്ല, നമ്മളാരായിരുന്നു? സ്ത്രീകളെ ഞങ്ങൾ ഭരിച്ചിരുന്ന ആളുകളായിരുന്നു. ഫലമ്മാ ഖദിംനൽ മദീന വജദ്നാ ഖൗമൻ തഗ്ലിബുഹും നിസാഉ, മദീനത്ത് വന്നപ്പോൾ പെണ്ണുങ്ങൾ ഭരിക്കുന്ന ആളുകളാണ് ഇവിടെ. ഫതഫിഖ നിസാഉന യതഅല്ലംന മിൻ നിസാഇഹി, അങ്ങനെ നമ്മളെ സ്ത്രീകൾ അവരുടെ നിന്ന് പഠിച്ചു. ഫഗളിബ്തു അല ഇംറഅതി യൗമൻ, ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉണ്ടായി, എൻ്റെ ഭാര്യയോട് ഞാൻ ദേഷ്യം പിടിച്ചു. ഫൈദാ ഹിയ തുറാജിഉനി, അവൾ എന്നെ ചോദ്യം ചെയ്യുന്നു. ഫഅൻകർതു അൻ തുറാജിഅനി, എന്നെ ചോദ്യം ചെയ്യുന്നത് ഞാൻ എതിർത്തു. ഫഖാലത്, അപ്പോൾ പറഞ്ഞു, മാ തുൻകിറു അൻ ഉറാജിഅക്, എന്താണ് താങ്കൾ ചോദ്യം ചെയ്യാൻ പാടില്ലേ? ഫവല്ലാഹി ഇന്ന അസ്വാജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുറാജിഅനഹു വതഹ്ജുറുഹു ഇഹ്ദാഹുന്ന അൽയൗമ ഇലൽ ലൈൽ. അവൻ ഉമർ അതുപോലെ ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നബിയുടെ ഭാര്യമാർ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് എന്നോട് ഭാര്യ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹഫ്സയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഹഫ്സയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞു കൊടുത്തു? ഇതാ അപ്പുറത്ത് ആയിഷയുണ്ട് എന്നത്, അത് കണ്ടിട്ട് നീ ഇങ്ങനെ പെരുമാറരുത്. അപ്പോ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഇത് മുഴുവൻ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. അപ്പോൾ ഉമർ പറഞ്ഞു, നബി ചിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഇരുന്നു. മനസ്സിലായി, അതോടെ ഞാൻ നിൽക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇണങ്ങി കണ്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് ഈ റിവായത്തിൽ ഇങ്ങനെയാണുള്ളത്. ഉമറിന്റെ ഭാര്യ സംസാരിച്ചത് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. അപ്പോൾ ഉമർ ഇരുന്നു. എന്നിട്ട് ഇരുന്നതിന് ശേഷം ഉമർ പറഞ്ഞു, ഞാൻ എന്നിട്ട് ഹഫ്സയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്റ, അവർ നബി ഒന്നുകൂടി ചിരിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഒന്നുകൂടി ചിരിച്ചു. അപ്പോൾ വേറെ ചില റിവായത്തുകളിൽ കാണാം, അവിടുത്തെ പോലെ ഭംഗിയുള്ള ചിരി വേറൊരാൾക്കും ഉണ്ടായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ. അങ്ങനെ ഞാൻ, ഉമർ പറയുന്നു, ഞാൻ ഫജലസ്തു ഫറഫഅതു റഅസി ഫിൽ ബൈത്ത്, ഞാനിങ്ങനെ ആ മുറി ഇങ്ങനെ നോക്കി. ഫവല്ലാഹി മാ റഅയ്തു ഫിൽ ബൈത്തി ഷൈഅൻ യറുദ്ദുൽ ബസർ ഇല്ല അഹബത്തുൻ സലാസ, നോക്കിയാൽ ഇങ്ങനെ നോക്കിപ്പോകുന്നൊന്നും ആ മുറിയിലില്ല. ഒരു 3 തോൽ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, അതല്ലാതെ. അങ്ങനെ ആ സമയത്ത് ഉമറിന് കണ്ണുനീര് വന്നു. എന്നിട്ട് ഉമർ പറഞ്ഞു, ഉദ്ഉല്ലാഹ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ ദുആ ചെയ്യൂ. അയുവസ്സിഅ അല ഉമ്മതിക ഫഖദ് ഉസ്സിഅ അല ഫാരിസ് വറൂം, പേർഷ്യക്കാർക്കും റോമക്കാർക്കൊക്കെ കിസ്റക്കും കൈസറിനൊക്കെ ദുനിയാവ് വിശാലമായിട്ടുണ്ടല്ലോ, അതുപോലെ ഈ ഉമ്മത്തിനും വിശാലമാക്കാൻ ഓ നബിയെ താങ്കൾ ദുആ ചെയ്യൂ. വഹും ലാ യഅബുദൂന അല്ലാഹ്, അവരായിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാത്തവരാണല്ലോ. ഇത് കേട്ടപ്പോൾ ഫസ്തവ ജാലിസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. കിടക്കുകയായിരുന്നു, ചാരിയിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അഫീ ശക്കിൻ അൻത യബ്നുൽ ഖത്താബ്, ഇബ്നുൽ ഖത്താബ്, എന്താ സംശയമുണ്ടോ?
ഈ ദീൻ ഹക്കാണെന്നതിൽ വല്ല സംശയമുണ്ടോ? ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹും തയ്യിബാതുഹും ഫിൽ ഹയാത്തി ദുനിയ. ഖൈറുകളൊക്കെ ദുനിയാവിൽ നേരത്തെ കിട്ടിയവരാണ് അവർ. ഖൈറൊക്കെ ആജിലായി കിട്ടിയവരാണ്, പരലോകത്ത് ഒന്നുമില്ലാത്ത ആളുകൾ. എന്താ സംശയിക്കുകയാണോ? അപ്പോൾ ഉമർ പറഞ്ഞു, ഇസ്തഗ്ഫിർ ലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യൂ, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന അഖ്സമ അല്ലാ യദ്ഖുല അലൈഹിന്ന ശഹറ, ഉമർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം അവരുടെ അടുത്തേക്ക് കയറുകയില്ല എന്ന് സത്യം ചെയ്യുകയാണ് ഉണ്ടായത്. എന്നിട്ട് 29 ദിവസമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ആയിഷ ചോദിച്ചു, നബിയെ താങ്കൾ ഒരു മാസം കയറില്ല എന്ന് സത്യം ചെയ്തല്ലോ, ഞങ്ങൾ എണ്ണുകയായിരുന്നു, ഇനി 29 ആയിട്ടുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാസം എന്നാൽ എത്രയാണ്? 29. മാസം എത്രയാണ്? 29. ചന്ദ്രനെ കണ്ടില്ലെങ്കിലാണ് 30 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.